നീ പോടാ, നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇപ്പൊ തന്നെ അവള് ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ശല്യമൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കാന്ന്. ഇനി നീ ഇങ്ങനെ കൂടി പറഞ്ഞാൽ അവളുടെ മനസ്സിൽ അസൂയ കൂടി തോന്നും. അതെ, പാല് കാച്ചിന് പോകാൻ വന്ന് ആശംസ പറയാൻ വിളിച്ചപ്പോ അതെന്താ കറക്റ്റ് കഴിക്കാൻ നേരത്തെ വരുന്നത്? ഏത് ഫംഗ്ഷൻ ആയാലും ഏത് വീട്ടിലെ ഫംഗ്ഷൻ ആയാലും നിങ്ങൾ 4 ദിവസം മുന്നേ പോയി നിന്ന് കഴിച്ച് ആശംസ പറഞ്ഞിട്ടേ വരുമെന്ന് ഞാൻ പറയുന്നല്ല സർ, നാട്ടുകാർ പറയുന്നതാ. എന്റെ സിദ്ധുവിനെ നല്ലപോലെ നോക്കിക്കൊള്ളേ. ഇങ്ങനെ കരയല്ലേ? എന്ത് പറഞ്ഞാലും ചേച്ചി ചേച്ചി ഇത് പറഞ്ഞ് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ചേച്ചി ഇതെവിടെയാ അതെവിടെയാന്ന് പറഞ്ഞ് ചോദിക്കും. ഞാനില്ലാതെ പറ്റേയില്ല അവന്. അവര് പറഞ്ഞെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിനക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നോ അത് മാത്രം നീ ധൈര്യമായിട്ട് ചെയ്യുക. ഇത്രയും നാളെ നീ കുട്ടികളെന്ന് പറഞ്ഞു, ഇനിയെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. നിന്റെ നാടെന്ന് വിചാരിച്ച് ഇവിടെ കെയർലെസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇവിടെ നിനക്ക് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിയ താമസ സ്ഥലത്തെ സാഹചര്യവുമായി അഭിക്ക് പൊരുത്തപ്പെടാനാകുമോ? കുട്ടികളുടെ സ്കൂളിന്റെ കാര്യമെല്ലാം തീർത്തില്ലേ? I know what to do. You don't have to remind my responsibilities, okay? ഇപ്പൊ നിന്നെ വിളിച്ച പ്രധാന കാരണം ഒരു വലിയ വിഷയം പറയാൻ വേണ്ടിട്ടാ. പറയടി. ഐ ആം കമ്മിങ് ടു കൊച്ചി. കൊച്ചിക്ക് എന്തിനാ വരുന്നേ? അതെ, നീ എന്റെ ഫ്രണ്ട് അല്ലേ? നീ കാനഡയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നില്ലേ? അപ്പൊ നിന്നെ കാണാൻ ഞാൻ കൊച്ചിയിലേക്ക് വരണ്ടേ? നിന്നെ ഒന്ന് കണ്ട് കൊഞ്ച് സംസാരിച്ച്. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? ഞാൻ വരുന്നു പറഞ്ഞപ്പോ എന്തിനു വരുന്നോ? അങ്ങനെ ചോദിച്ചതല്ല അനു. കൊച്ചിയിൽ എന്തെങ്കിലും ജോലിയായിട്ട് വരുന്നെന്നാ വിചാരിച്ചേ. ശരി, സോറി, അത് വിട്. എപ്പൊ നീ വരുമെന്ന് പറ. ഞാൻ കൊച്ചിയിൽ വരും. പക്ഷെ ലാസ്റ്റ് ടൈം കണ്ട ആ ടെൻഷൻ ഉണ്ടല്ലോ, ഹോ എന്ത് കഷ്ടമായിരുന്നടി. ഹലോ അനു, എവിടെയാടി നീ? കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് വീട്ടിലേക്ക് പോവാ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് പുറത്തു പോകാൻ റെഡി ആയിട്ട് വാ. എന്തിന്? ചുമ്മാതാടി, എല്ലാത്തിനും നിനക്ക് വിശദീകരിച്ച് പറയണോ? ശേ, നീ പറയ. ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. നിന്നെ ഞാൻ പിക്കപ്പ് ചെയ്ത് നമുക്ക് 2 പേർക്കും കൂടി ഹോട്ടൽ റൂമിൽ പോയി ഒത്തിരി സംസാരിക്കാനുണ്ടടി എനിക്ക്. എന്നിട്ട് കുട്ടികൾ വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ നിന്നെ അങ്ങ് വിട്ടേക്കാം. ഹോട്ടലൊന്നും വേണ്ട, നീ നേരെ വീട്ടിലേക്ക് വാ. അവിടെ ഇരുന്ന് നമുക്ക് ജോളിയായിട്ട് സംസാരിക്കാം. അതൊന്നും വേണ്ടടി, നിന്റെ ഭർത്താവ് അവിടെ ഉണ്ടാവും. അനു, അദ്ദേഹം അവിടെ വന്നാ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കോ. അത് മാത്രമല്ല, നിന്റെ അപ്പാർട്ട്മെന്റിൽ ഞാൻ വന്നു നിന്റെ അമ്മ അറിഞ്ഞ അത് മതി കോലാഹലം ഉണ്ടാവാൻ. ഞാൻ പറയുന്നത് സോ നിനക്കും പ്രശ്നം ഉണ്ടാവണ്ട, എനിക്കും പ്രശ്നം വേണ്ട. നമുക്ക് രണ്ടുപേർക്കും വെളിയിൽ വെച്ച് കാണാം, സന്തോഷമായിട്ട് ഇരിക്കാം. ഓക്കെ? നോട്ട് ഓക്കെ. നീ എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുക. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഇല്ല, സിംഗപ്പൂര് പോയിരിക്കാം. ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്കും അച്ഛനും കൊച്ചിയിലേക്ക് വരാനുള്ള ഐഡിയ എന്തായാലും ഇല്ല. സോ മര്യാദയ്ക്ക് ഹോട്ടൽ റൂം ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വാ. നീ എന്റെ കൂടെ തന്നെ 2 ദിവസം ഉണ്ടാവണം, മനസ്സിലായോ? സൂപ്പർ ഐഡിയ. ഉറപ്പായിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. പക്ഷെ എനിക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ, വേഗം വാ. പെട്ടെന്ന് വാ, പെട്ടെന്ന്. ഓക്കെ ഡി, ബൈ ബൈ. മിസ്സസ് സിദ്ധാർത്ഥ്, ഐ ആം സന്താനകൃഷ്ണൻ, ഇവിടുത്തെ സെക്രട്ടറി ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിലും കീപ് മൈ കാർഡ്, പ്ലീസ് ടേക്ക് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ ബിസി ആണോ? അതെ സർ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, വളരെ ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാ ഐ ഫീൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഓക്കെ? പറഞ്ഞോളൂ സർ. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ മിസ്റ്റർ സിദ്ധാർത്ഥിനോട് സംസാരിക്കാനായിരുന്നേ, പക്ഷെ അദ്ദേഹം നാട്ടിലില്ലെന്നറിഞ്ഞു. അതെ സർ, അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞാൽ മതി. ഇല്ലില്ല, നിങ്ങളോട് പറഞ്ഞാലേ ശരിയാവൂ. നിങ്ങളോട് സംസാരിച്ചാലേ എനിക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടും. ഐ വാണ്ട് ദാറ്റ്. ഈ അഷ്നെ കുറിച്ച് എന്താ തോന്നുന്നേ? അവള് കാരണം വലിയ ബുദ്ധിമുട്ടാ, ഭയങ്കര നോയ്സൻസ്, ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നു. അതുകൊണ്ടാ. നിങ്ങളടുത്ത് താമസിക്കുകയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും. യു സീ, അവൾ ഇവിടെ വരുമ്പോ ഞാൻ നാട്ടിലേ ഇല്ല. ഐ വാസ് ഇൻ സ്റ്റേറ്റ് വിത്ത് മൈ സൺ. ഞാനുണ്ടായിരുന്നേൽ അവൾ ഇവിടെ കയറ്റുകയില്ലായിരുന്നു. ശരിയെന്നാ, അടുത്ത് താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതാ ഞാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ടെൽ മീ. അതൊരു വിഷയമാക്കിയെടുത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാം. ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നോ 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 നോ, യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. അവളെ ഞങ്ങൾക്ക് വലിയൊരു തലവേദനയാണ്. ഷീ ഈസ് എ ബിഗ് ഹെഡേക്ക്.
അതെ, തലവേദന എന്നാ തലവേദന വലിയ പ്രശ്നമാണെന്നേ. അത്രയ്ക്ക് കുഴപ്പമാണ്. നോബഡി ഹാപ്പി വിത്ത് ഹർ. പക്ഷെ എന്താ, വി ആർ ഹെൽപ്ലെസ്, കാൻ ഡു എനിത്തിങ്. വീട് വാങ്ങിയിട്ട് ഒരു ഓണറായിട്ട് വന്നിരിക്കുമല്ലേ, അവളെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റില്ല. വാടകയ്ക്കായിരുന്നെങ്കിലേ എന്തേലും പറഞ്ഞ് എപ്പോഴേ പറഞ്ഞു വിട്ടേനെ. ആ പിന്നെ അവള് സൊസൈറ്റിയിൽ വലിയ ആളൊക്കെ ആണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. അതെന്തേലും ആയിക്കോട്ടെ, എന്നാ ഡിസിപ്ലിൻ വേണ്ടേ? ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ. വളരെ പ്രധാനം. അവൾ കാണിക്കുന്ന ഈ പോക്കൃത്തരമെല്ലാം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? Can you? You can't. Because there is no discipline. അവളും അവളുടെ സംസാരവും അവളുടെ ഡ്രസ്സും സഹിക്കാൻ പറ്റില്ല. I tell you, I can't bear it. ഇവിടെ എത്ര ഫ്ലാറ്റുകള്, എത്ര വലിയ ആൾക്കാര്, എത്രയോ കുട്ടികള്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചിന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ലല്ലോ, നത്തിങ്. അവളുടെ റൂട്ടിൽ അവൾക്ക് തോന്നിയതുപോലെ അവൾ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീടിനകത്തിരിക്കണം. ഇല്ലല്ലോ വേറെ വീട് വാങ്ങി പോകണം. എന്തിനാ ഇവിടെ വന്ന് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അവള് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? പറ മോളെ, നിനക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും പ്രശ്നം എന്നോട് പറഞ്ഞു. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല സർ. ഓ, അടുത്ത് താമസിക്കുകയല്ലേ, അതെങ്ങനെ ഒരു പ്രശ്നമില്ലാതിരിക്കും? ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാ അതുകൊണ്ടാ ചോദിച്ചേ. എനിവേ, ഇറ്റ്സ് ഓക്കെ. ഇൻ ഫ്യൂച്ചർ അവള് കാരണം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ചെറിയ പ്രോബ്ലം ആണെങ്കിൽ പോലും, കം ആൻഡ് ടെൽ മീ. എനിക്കത് മതി. ഐ വിൽ ഡിഡ് ഇറ്റ്. അത് വെച്ച് ഐ വിൽ സെൻഡ് ഹർ ഔട്ട്. ശരി സർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഞാൻ. ആ, ഡോണ്ട് ഫോർഗെറ്റ് മോളെ. ഓക്കെ. അവൾക്കെതിരെ ഹലോ അനു, നീ വന്നോ? എന്താ അനു വന്നോന്നോ? അനുവിനോടൊപ്പം നീ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലേ? അങ്ങനെയല്ല അമ്മ. പിന്നെ എത്തിയോന്ന് ചോദിച്ചതോ? അമ്മേ, അതൊന്നും അല്ല. അപ്പൊ നീ അവളോട് ഇപ്പോഴും സംസാരിക്കാറുണ്ടല്ലേ? അവളുടെ കൂടെ ചേർന്ന വീണ്ടും നീ കുട്ടിക്കളി തുടങ്ങും. അതുകൊണ്ടല്ലേ അവളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞത്? കൊച്ചിയിൽ എത്തിയ ഉടനെ വീണ്ടും അവളെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയോ നീ? അമ്മ, ആ അനു അല്ല അമ്മേ. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റില് അനുപ്രിയ എന്നൊരു കുട്ടിയുണ്ട്. അവളിന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞതാ. അതാ വന്നൂന്ന് ചോദിച്ചേ. നീ നോക്കിക്കോ, നീ കള്ളമാണോ സത്യമാണോ പറയുന്നത് ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കും. 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്റെ വീട്ടിലെത്തും. മനസ്സിലായോ? അമ്മേ, ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. ആ, കൊടുങ്ങല്ലൂരിൽ താമസിക്കുന്ന ഷൺമുഖമാവനില്ലേ, ഞാൻ അവരുടെ വീട്ടിൽ വന്നതാ. 1/2 മണിക്കൂറിനകം ഞാൻ ഇവിടുന്ന് നിന്റെ വീട്ടിലെത്തും. വെറുതെ പറയാന്ന് വിചാരിക്കണ്ട. എന്താടി, ഞാനിന്ന് അവിടെ വരുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു സന്തോഷമില്ലല്ലോ? ഇത് അമ്മയുടെ വീടല്ലേ, എപ്പോ വേണേലും വരാലോ. വാ. വന്നോണ്ടിരിക്കുക. 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഫോൺ എടുക്കനു. അമ്മേ, പറമോളെ, എവിടെയാ അമ്മേ? നീ എന്തിനാ വിളിച്ചേ? അല്ല, വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് വിശക്കില്ലേ? അതാ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അതൊന്നും വേണ്ട, ഞാൻ വന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. ശ്ശോ, ഫോൺ എടുക്കനു. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞമ്മയെ വിളിച്ചാലോ? ഹലോ കുഞ്ഞമ്മേ, എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നന്നായിരിക്കാ. നീയോ? ആ, നന്നായിരിക്കുന്നു കുഞ്ഞമ്മേ. ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലുണ്ടല്ലോ. വീട്ടിലോ? അതെ. അമ്മ? അമ്മയും ഇവിടെ ഉണ്ട്. അല്ല, അമ്മ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ആണോ? വരുമെന്ന് പറഞ്ഞിരുന്നോ? അതെ കുഞ്ഞമ്മേ. എന്റെ അടുത്ത് തന്നെ ഉണ്ട്. കൊടുക്കട്ടെ? സംസാരിക്കുന്നോ? എന്താടി ഇത്? ഹലോ അമ്മേ. പറയടി. ഇല്ലമ്മേ, അമ്മ എവിടെയാന്ന് ചോദിക്കാൻ വിളിച്ചതാ. കുഞ്ഞമ്മ, അമ്മ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാൻ വീട്ടിൽ തന്നെയാ.
ആ അനു വരുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് നിന്നോട് കള്ളം പറഞ്ഞതാ. ആ ഫ്ലാറ്റ് താമസിക്കുന്ന അനുപ്രിയയാണോ അതോ നിന്റെ ഫ്രണ്ട് അനുവാണോ എന്നറിയാനാ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കമ്മേ. ഞാൻ താമസിക്കുന്നതിനടുത്ത് അനുപ്രിയ എന്നൊരു കുട്ടിയുണ്ട്. അവള് വെറുതെ സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞതാ. ഞാൻ വിശ്വസിച്ചു. നിന്റെ നല്ലതിന് വേണ്ടി എല്ലാം പറയുന്നേ, മനസ്സിലായല്ലോ. മനസ്സിലായി അമ്മേ. മരുമോൻ നാട്ടിൽ പോയോ? അവിടെ എത്തിയിട്ട് വിളിച്ചോ നിന്നെ? ഇല്ലമ്മേ, അദ്ദേഹം ഹോട്ടലിൽ എത്തുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. ശരി മോളെ, നന്നായിരിക്കും. ഞാൻ ഫോൺ വയ്ക്കുന്നേ, നീ നോക്കിയിട്ട് വിളിക്ക്. ശരി അമ്മേ. എന്താടി വീട്ടിലെ ഡെയിലി അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കുവാണോ? എന്താടി ഇത്ര കറക്റ്റ് ആയിട്ട് നീ പറയുന്നേ? ഇത് പറയാൻ വേണ്ടി ഞാൻ ഇനി PhD എടുക്കണോ? നിന്റെ കുടുംബത്തെ കുറിച്ചും നിന്നെ കുറിച്ചും എനിക്കറിയാത്തതാണോ? ശരി, അത് വിട്. എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ? എന്താ ഫോൺ എടുക്കാത്തെ? ഞാനൊരു ക്ലയന്റ് മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ടാ നിന്റെ ഫോൺ എടുക്കാൻ പറ്റാത്തത്. ഒന്നുമില്ല. എവിടെയാ, എപ്പോ വരുന്നു ചോദിക്കാൻ വിളിച്ചതാ. എവിടെ എത്തിയെന്ന് അറിയില്ല ബേബി. എന്തായാലും ഞാൻ അവിടെ എത്താൻ ഒരു 20 മിനിറ്റ് ആവും. ടിഫിൻ റെഡിയായോ? എല്ലാം റെഡിയാണ് മാഡം. നീ വന്ന മാത്രം മതി. ഷോ, ശരി, ബൈ ബൈ. ചേട്ടാ, കുറച്ച് സ്പീഡിൽ പോവോ? ഫ്രണ്ട് വെയിറ്റ് ചെയ്യുവോ? എന്ന ഡാർലിംഗ്, എവിടെ എത്തി? US-ല്. പൊട്ടി, എവിടെയാന്ന് പറ. അറിയില്ലടി. ഇനി എത്ര നേരം എടുക്കും? ഐ തിങ്ക് അറൌണ്ട് 5 minutes. എന്താടി? ചുമ്മാ ചോദിച്ചതാ. ശരി, എനിക്ക് കോഫി റെഡിയാണോ? എല്ലാം റെഡി. നീ വന്ന നല്ല ചൂടായിട്ട് തരാം. ഓൾറെഡി വയറാണെങ്കിൽ അബി കോഫി എന്ന് ചോദിച്ചോണ്ടിരിക്കുവാ. നീ കോഫി ഇട്ട് റെഡി ആയിട്ടിരിക്കും, ഞാൻ നിന്റെ വീട്ടിലെത്താറായി. പെട്ടെന്ന് വാ. ബൈ ബൈ. നമസ്കാരം മോളെ. നമസ്കാരം. എന്റെ പേര് ദുർഗ എന്നാണ്. ഇവിടെ A30 ഞങ്ങളാണ് താമസിക്കാൻ വന്നിരിക്കുന്നത്. ആ സോറി, മോളെന്തോ ജോലി ചെയ്യായിരുന്നു തോന്നുന്നു. ഡിസ്റ്റർബ് ആയോ? അങ്ങനെയൊന്നുമില്ല ആന്റി, അകത്തേക്ക് വരൂ. ആ ഇല്ല മോളെ, കുഴപ്പമില്ല. വുഡ് വർക്ക് നടക്കുവാണ് അവിടെ. ആയതുകൊണ്ട് ദേഹത്തെല്ലാം പൊടി പിടിച്ചിരിക്കുവാ മോളെ. ഇനി ഒരാഴ്ചക്കകം പാലുകാച്ചുണ്ട്. അതെ മോളെ, ഞാൻ വന്ന് വിളിക്കും. നിങ്ങൾ എല്ലാവരും ഉറപ്പായി വരണം. ഉറപ്പായിട്ടും വരാം. ഇവിടെ അടുത്തുള്ള കോളേജിലാണ് എന്റെ മോൾക്ക് സീറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ 2-3 തവണ മോളെ ഞാൻ കണ്ടിട്ടുണ്ട്. സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോ നിങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതാ സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചേ. കോഫി കുടിക്കുന്നു? വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല മോളെ. മോളുടെ പേരെന്താ? അഭിരാമി. നല്ല ലക്ഷണമുള്ള പേര്. ആ, മോൾക്ക് 2 കുട്ടികളല്ലേ? അതെ ആന്റി. ഇളയത് പയ്യൻ, മൂത്തത് മോള്. ആ കണ്ടിട്ടുണ്ട്. ഗേറ്റിന്റെ അവിടുന്ന് വീട്ടിലോട്ട് വരുന്നത് വരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര രസമുള്ള കുട്ടികളാണല്ലോ. എനിക്കും 2 കുട്ടികളാ. മൂത്ത മോൻ ഇപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മോൾ ഇപ്പോഴാ കോളേജിൽ ചേർന്നത്. അദ്ദേഹം അവിടെ കോയമ്പത്തൂരിലാണ് ബിസിനസ് ചെയ്യുന്നത്. ഇവിടുത്തെ അദ്ദേഹം IT-ൽ വർക്ക് ചെയ്യാ. ഓ, ഞാൻ ക്ഷണക്കത്ത് കൊണ്ടുവന്ന് വിളിക്കും. അപ്പോ അദ്ദേഹത്തെയും കുട്ടി എന്തായാലും വരണം. ഇപ്പോ അദ്ദേഹം നാട്ടിലില്ല, ജോലിയായിട്ട് ബന്ധപ്പെട്ട് വെളിയില്ല. ഓ അത് ശരി. അപ്പൊ കുട്ടികളെയും കുട്ടി എന്തായാലും വരണം. ഉറപ്പായിട്ട് വരാൻ. പോയിട്ട് വരാം മോളെ. പേടിച്ചുപോയി. ഞാനാടി. ശരി, വാ. കം ഹിയർ ബേബി. ഐ മിസ് യു സോ മച്ച്. അനു, നീ എന്ത് ചെയ്യുന്നേ? ഇതൊന്നും ചെയ്യാതെയാണോ നീ 2 കുട്ടികളുടെ അമ്മയായത്? ഇത്രയല്ലേ ഉള്ളൂ നിന്റെ വയറ്? വന്ന ഉടനെ തുടങ്ങാതെ അനു. ശരി, അതെല്ലാം പോട്ടെ. എന്തുവാടി, ആളാകെ മാറിപ്പോയല്ലോ. ഇറ്റ്സ് കോൾഡ് ഹിപ്പ് കൾച്ചർ, ഇറ്റ്സ് കോൾഡ് ഫാഷൻ. ഇനി എന്നെ നോക്കി നിന്നതൊക്കെ മതി. കല്യാണത്തിന് മുമ്പ് ഈ മാറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ നീ ഓടി രക്ഷപ്പെടാറുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെ അടി നീ? വന്ന ഉടനെ തുടങ്ങിയോ? ആദ്യം വാ.
ഇതെല്ലാം സംസാരിക്കണോടി, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? അതൊക്കെ വിട്, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അപ്പോ എന്ത് സുഖമാണെന്ന് അറിയോ? എത്ര വർഷത്തിന് ശേഷം നിന്റെ മടിയിലൊന്ന് കിടക്കുന്നത്. ശരി, നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നന്നായിരിക്കുന്നു അനു. നീയാ പറയേണ്ടത്. മൊത്തത്തിലാകെ മാറിപ്പോയി. ഹൈദരാബാദ് പോയ ഉടനെ എല്ലാം മാറിപ്പോയി. ശരി, നീയും മാറിയിട്ടുണ്ട്. യു ഓൾസോ ലുക്കിംഗ് കൈൻഡ് ഓഫ് ഓക്കെ. ബട്ട് ഒരു മിനിറ്റ്, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നിന്റെ വീട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്, നിന്നെ പോലെ. അത് ഫാമിലി ഫോട്ടോ അല്ലേ? നിന്റെ 2 കുട്ടികളും നല്ല ഭംഗിയുണ്ട്. നിന്റെ മോള് കറക്റ്റ് നിന്നെ പോലെ തന്നെയാ. പക്ഷേ നിന്റെ കെട്ടിയോനുണ്ടല്ലോ, അപ്പോഴും ഇപ്പോഴും മുരട്ട ഫേസ് തന്നെയാ. എന്താടി നോക്കുന്നത്? നിന്റെ ഭർത്താവിനെ എനിക്ക് കളിയാക്കിക്കൂടെ? ആ അങ്ങനെ നീ ഒന്ന് കളിയാക്കാൻ പറ്റില്ലെന്നൊന്ന് പറഞ്ഞു നോക്ക്, അപ്പ കാണിച്ചു തരാം നിനക്ക്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, അങ്ങനെ ഒരു മുരട്ട് സ്വഭാവം, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടി എങ്ങനെ 2 പിള്ളേരുണ്ടായത്? ചുമ്മാതിരിക്കാനു. ഏയ്, അപ്പോഴെങ്കിലും അദ്ദേഹം ചിരിക്കോ അതോ ഇങ്ങനെ വന്നിരിക്കോ? അനു പറയടി. അത് വേറെ ഇത് വേറെ. ഓ അങ്ങനെയാണോ? അതും ശരി തന്നെ. പക്ഷെ ഒന്നുണ്ട്, ഈ ലോകത്തില് എന്നെ പോലെ നിന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല. എന്താണ് ചിരിക്കുന്നേ? ആ പ്രോമിസ് അബി. ഈ ആണുങ്ങളുണ്ടല്ലോ, കാര്യം കഴിയുന്നവരെ ലവ് യു, കിസ് യു, മിസ് യു അങ്ങനെയൊക്കെ ഓവറായിട്ട് പറയും. പക്ഷെ എന്നെ നോക്ക്, പ്യുവർ ലവ്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വാരി കോരിയല്ല ഞാൻ തരുന്നത്. ദിസ് ഇസ് പ്യുവർ ലവ്. ദാറ്റ്സ് വൈ ലവ് യു. ശരി ശരി, ഓക്കെ, നിന്റേത് പ്യുവർ ലവ് ആണെന്ന് സമ്മതിക്കുന്നു. വാ, വീട് കാണിച്ചു തരാം. ഏയ് നിക്ക് നിക്ക് നിക്ക്, ഇങ്ങതാ. ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ എന്തിനാ ബാഗ് തുറക്കുന്നേ? നീ ആദ്യം പോയി കുളിക്ക്. എന്ത് കുളിക്കാനോ? അതെന്താ? ഞാൻ എന്നാടി 2 അടിക്കാതെ കുളിക്കുന്നേ? ഞാൻ ചോദിച്ച കോഫി റെഡിയാണോ? അതെല്ലാം തണുത്താണ്, ഞാൻ വേറെ നിനക്കിട്ട് തരാം. പോ പെട്ടെന്ന് പെട്ടെന്ന്. ഏയ് ഫോൺ ബെല്ല് ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട കോളൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലും ഡൊണേഷൻ, മാർക്കറ്റിംഗ് കോൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കും. ആവശ്യമുള്ളവരെല്ലാം എന്റെ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കും. ഇന്നെല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു. ഇതാ കോഫി. ഇതാ. എന്താടി ഇത്? എന്തിനാ ഈ ഫോർമാലിറ്റി എല്ലാം? ഹലോ, ഇത് നിനക്കൊന്നും അല്ല, നിന്റെ കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാ. നീ ആദ്യം കോഫി കുടിക്ക്. താങ്ക് യു. കോഫി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. വെയിറ്റ്, ഒരു സാധനമുണ്ട്. എന്താ? ഐ ഹാവ് സംതിങ് ഫോർ യു. ദാ. എന്താടി ഇത്? നിന്റെ അടുക്കള തുടയ്ക്കാനുള്ള അടത്തുണിയാ. പിടിക്ക്. ഹലോ, നീ മെട്രോപൊളിറ്റൻ സിറ്റിയിലാ ജീവിക്കുന്നേ, കൊച്ചിയിലാ താമസിക്കുന്നേ. എത്ര കാലം ഇങ്ങനെ സാരി എടുത്തോണ്ട് ജീവിക്കും? ഇടയ്ക്കെങ്കിലും മോഡേൺ ഡ്രസ് ഇടണ്ടേടി. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലടി. എടി, നീ ഇപ്പോഴും 90 ജീവിക്കുന്നത്. കുറച്ചിങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, മനസ്സിലായോ? കണ്ടതെല്ലാം കഴിച്ച് അവിടെ ചതയം കയറി കിടക്കുന്നവര് ഷോർട്ട് സ്കേർട്ട്, മിനി സ്കേർട്ട്, ടാങ്ക് ടോപ്പ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ നിനക്കെന്താടി? 2 പിള്ളേരെ പ്രസവിച്ചെങ്കിലും ഇപ്പോഴും സ്ലിം ബ്യൂട്ടി ആയിട്ടല്ലേ ഇരിക്കുന്ന നീ. ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നോക്കിക്കോളാം. നീ വന്ന ജോലി ചെയ്യും. നീ ആദ്യം ഇത് പിടിക്ക്. കോഫി കുടിച്ചിട്ട് നേരെ പോയി കുളിക്കാൻ നോക്ക്. നിനക്ക് ചൂടായിട്ട് ദോശ ഇട്ട് തരാം. നിക്ക്, അതൊക്കെ ഇരിക്കട്ടെ. നാട്ടില് കുടുംബമായിട്ടാ ജീവിച്ചത്. ഇപ്പൊ ഒറ്റയ്ക്കൊരു വീട്, ഒറ്റയ്ക്കൊരു മുറി, നല്ല പ്രൈവസി ആയിട്ടാ ജീവിക്കുന്നേ. സന്തോഷമല്ലേ നിനക്ക്? അതെല്ലാം പിന്നെ സംസാരിക്കാനു. കോഫി കുടിച്ചിട്ട് ആദ്യം പോയി കുളിക്ക്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഓരോന്നായിട്ട് പറയാം. ശരി, ബാത്റൂം എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ്. ഓക്കേ. നാട്ടില് കുടുംബമായിട്ടാ ജീവിച്ചത്. ഇപ്പൊ ഒറ്റയ്ക്കൊരു വീട്, ഒറ്റയ്ക്കൊരു മുറി, നല്ല പ്രൈവസി ആയിട്ടാ ജീവിക്കുന്നേ. സന്തോഷമല്ലേ നിനക്ക്?
നമുക്കൊന്ന് സംസാരിക്കാമോ? ഇതിൽ സംസാരിക്കാൻ എന്താ ഉള്ളേ? ഇല്ല, നമുക്ക് സംസാരിക്കാം. രണ്ടുപേരും മനസ്സിലുള്ളത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അതിനുശേഷം ഇതെല്ലാം തനിയെ നടക്കേണ്ടതല്ലേ? അല്ലാതെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിച്ച്. വാട്ട്? ഇതിന്റെ പേര് ഫോഴ്സ് എന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത് നാട്ടിലെ കല്യാണം കഴിച്ച് കുട്ടികളെ പ്രസവിക്കുന്നതെല്ലാം ഫോഴ്സ് ചെയ്തിട്ടാണോ? അത് നമ്മുടെ റൊമാൻസ് റിലേഷൻഷിപ്പും കുട്ടികളെ പ്രസവിക്കുന്നതും വേറെ വേറെയല്ലേ? സെക്സും കുട്ടികളെ പ്രസവിക്കുന്നതും ടോട്ടലി ഡിഫറെന്റ് അല്ലേ? ഇത് എന്ത് സംസാരമാണ് ഇത്? ഞാൻ പറയുന്നത് തെറ്റായിട്ട് വിചാരിക്കാതെ. ഇനഫ്. നിന്റെ അടുത്ത് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്, ഇപ്പൊ മൊത്തം പോയി. നീ മാത്രം എന്താ ഇങ്ങനെ? നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ അനുഷ, അവളുടെ കൂടെ ചേർന്ന് വേറെ എന്താ നീ പഠിക്കുന്നത്? അതാ എനിക്ക് സെക്സിനെ കുറിച്ച് നീ ക്ലാസ് എടുക്കുന്നത്. ആദ്യം എന്റെ ആളിയനെ തെറ്റു പറഞ്ഞു, അതിനുശേഷം കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടല്ലോ. സച്ച് എ ഡിസ്കസ്റ്റിംഗ് ഗേൾ ഷീ ഈസ്. അനു അങ്ങനെ ഒരിക്കലും മോശം പെണ്ണൊന്നും അല്ല. Can you please shut up? അവളുടെ പേര് പോലും ഇനി എന്റെ ലൈഫിൽ കേൾക്കാൻ പാടില്ല. Hope you get it right. Good night. അയ്യോ. ഏയ് അബി, അബി പൊട്ടി. എന്താ കൊച്ചിയിലൊക്കെ വന്ന് ഒറ്റയ്ക്ക് ജോളിയായിട്ടിരിക്കുകയല്ലേ? ഇല്ല അനു, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നത് മനസ്സിനെ സംബന്ധിച്ചിരിക്കും. ഫിലോസഫി, നീ സന്തോഷമായിട്ട് ഇരിക്കുന്നോ ഇല്ലയോ? പറയടി, എന്തുവാടി ഇത് കിണുകിണാന്ന്? ഓ, ആരെന്നറിയില്ല, വിടടി. ഇന്നെന്തായാലും ഞാൻ വിടില്ല. നോക്കട്ടെ ആരാ അതെന്ന്. ഹലോ. ഹലോ, ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞ CM ആണോ PM ആണോ? ഹലോ, ഞാൻ സിദ്ധാർത്ഥ സംസാരിക്കുന്നത്. ഹലോ ഹലോ. അബി.